കൊച്ചിയിലെ ADBI കുടിവെള്ള പദ്ധതിക്കെതിരെ പ്രത്യക്ഷ സമരവുമായി BMS. കൊച്ചിയിലെ കുടിവെള്ള പദ്ധതിക്കായി 2500 കോടിയുടെ ADBI വായ്പ എടുത്ത വിദേശ കമ്പനിക്ക് കരാർ നൽകുന്ന നടപടിക്കെതിരെയാണ് പ്രതിഷേധം. കൊച്ചിയിലെ കുടിവെള്ള പദ്ധതിക്കായി കേന്ദ്ര സർക്കാർ അനുവദിച്ച 752 കോടി രൂപ നിരസിച്ച ശേഷമാണ് സംസ്ഥാന സർക്കാരിന്റെ ഈ സമീപനം. കേന്ദ്ര കുടിവെള്ള പദ്ധതികളോട് മുഖം തിരിഞ്ഞു നിൽക്കുന്ന സംസ്ഥാന സർക്കാരും കൊച്ചി കോർപ്പറേഷനും കൊച്ചിയിലെ കുടിവെള്ള പദ്ധതിക്കായി ADB വായ്പയുടെ കരാർ വ്യവസ്ഥയുടെ മറവിൽ വിദേശ കമ്പനിക്ക് പദ്ധതിയുടെ നടത്തിപ്പ് ചുമതല അടക്കം നൽകാനുള്ള നീക്കമാണ് BMS എതിർക്കുന്നത്. 46,786 കോടി രൂപയുടെ ജൽജീവൻ മിഷൻ, അമൃത്, സ്മാർട്ട് സിറ്റി മിഷൻ തുടങ്ങിയ പദ്ധതികളോട് വിമുഖത കാട്ടുകയും കുടിവെള്ള പദ്ധതിക്കായി 2511 കോടി രൂപയുടെ ADB വായ്പ തരപ്പെടുത്തി തൊഴിലാളി ദ്രോഹ സമീപനത്തിലൂടെ വിദേശ കമ്പനിക്ക് കരാർ നൽകാനുമുള്ള നീക്കം അംഗീകരിക്കില്ലെന്നാണ് BMS നിലപാട്. എസ്റ്റിമേറ്റ് തുകയുടെ 21% അധിക തുകയ്ക്ക് വിദേശ കമ്പനിയായ സോയൂസ് പ്രൊജക്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡിന് കരാർ നൽകാനാണ് നിലവിൽ നീക്കം നടക്കുന്നത്. കൊച്ചി സ്മാർട്ട് സിറ്റി പദ്ധതിയുടെ ഭാഗമായ 752 കോടി രൂപയുടെ കേന്ദ്ര പദ്ധതിയിൽ നിന്നും 2019 ജല അതോറിറ്റി കൊച്ചിക്ക് ഈ പദ്ധതി ആവശ്യമില്ല എന്നറിയിച്ച് സ്വയം പിന്മാറി. എന്തായാലും ഗവൺമെന്റ് കരിമിന്റെ പ്രസ്താവന വന്നതിന് ശേഷം സംസ്ഥാന ജലവിഭവ വകുപ്പ് മന്ത്രി തന്നെ കൃത്യമായ ഒരു മറുപടി കൊടുത്തിട്ടുണ്ട്. സംസ്ഥാന നിയമസഭയിൽ ഈ ADB പദ്ധതി ഗവൺമെന്റ് പദ്ധതി തന്നെയാണെന്നും അത് മുന്നോട്ട് കൊണ്ടുപോകും എന്നും വളരെ കൃത്യമായി അദ്ദേഹം സൂചിപ്പിക്കുകയാണ്. കേന്ദ്ര പദ്ധതിയായ ജൽജീവൻ മിഷനിലൂടെ 44,714 കോടി രൂപയുടെ പദ്ധതിക്കാണ് സംസ്ഥാനത്ത് അനുമതിയുള്ളത്. ഈ സാധ്യതകളെല്ലാം വേണ്ടെന്ന് വെച്ച് കടത്തിൽ മുങ്ങി നിൽക്കുന്ന സംസ്ഥാനം ADB വായ്പയ്ക്ക് പിന്നാലെ പോകുന്നതിലെ ദുരുദ്ദേശമാണ് BMS ചൂണ്ടിക്കാട്ടുന്നത്. സംസ്ഥാന സർക്കാരിന്റെ ഈ സമീപനത്തിനെതിരെ കേരള ജല അതോറിറ്റി കൊച്ചി മധ്യമേഖല ഓഫീസിന് മുൻപിൽ BMS സംഘടിപ്പിച്ച ധർണ BMS സംസ്ഥാന സെക്രട്ടറി KV മധുകുമാർ ഉദ്ഘാടനം ചെയ്തു. കേരള വാട്ടർ അതോറിറ്റി എംപ്ലോയീസ് സംഘ് സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് VT രാജീവ് അധ്യക്ഷത വഹിച്ചു. BMS എറണാകുളം ജില്ലാ സെക്രട്ടറി ധനീഷ് നീറിക്കോട്, കേരള വാട്ടർ അതോറിറ്റി എംപ്ലോയീസ് സംഘ് സംസ്ഥാന ജനറൽ സെക്രട്ടറി P പ്രദീപ് എന്നിവർ ധർണയ്ക്ക് നേതൃത്വം നൽകി. ജനം, കൊച്ചി.